അപ്പോൾ ഗായ്സ് ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ അറിയോ? അൻസാർ ബീഫ് കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ പോയി നോക്കുക. അതാണ് ഇന്നത്തെ പരിപാടി. അൻസാറാണ് മെയിൻ. പോയി നോക്കാം നമ്മൾ എന്താ ചെയ്യാം. അപ്പോൾ ഗായ്സ് വി ആർ റെഡി ടു കുക്കിംഗ്. നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യാനുള്ള പരിപാടിയാണ്. വൻ കട്ടിങ്ങുമായി മുനീർ. എന്താ മുനീറ കാണിക്കണേ? ഇഞ്ചിയോ? ബീഫിനുള്ള ഇഞ്ചി മുനീർ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇഞ്ചി ഇടിച്ച് തകർക്കോ നീ? മെയിൻ കുക്ക് അൻസാറാണ് ഗൈസ്. അൻസാർ കയ്യൊക്കെയാണ്. അൻസാറാണ് മെയിൻ കേട്ടോ. നമ്മളെ സുനീഷേട്ടൻ ഫുള്ള് സെറ്റപ്പാണ് ഗൈസ്. കുക്കറിനെ വേദനിപ്പിക്കാക്കാനാ? ഇതൊക്കെ ഒന്ന് അടച്ചിട്ടാ. അസിസ്റ്റന്റ് നെറ്റ് തീർക്കല്ല പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നെറ്റ് കഴിഞ്ഞു. ഒരു കറിയിൽ 2 കറിയോ? ആ ബീഫ് കഴിക്കാത്ത ഒരാളുണ്ട്. അപ്പൊ നമ്മള് നീ പോവല്ലേ? നീ രസപ്പെടലടോ. ഞാൻ ഇളക്കിയില്ല അറിയണ്ട കേട്ടോ നിങ്ങളാരും. ഞാൻ ഇളക്കീനെ. ഞാൻ ഇളക്കി. ഇത് എന്തൊക്കെ അൻസാറ? എണ്ണ, മറ്റേ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ? അതിന് നോവുംല്ലേ? ക്ഷീണോ? ഇഞ്ചി ഇടിച്ചിട്ടോ? ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചിട്ടോ? ഇതെന്താ റെഡിയാണ്? എന്താ കാണിക്കണേ? ഇതെന്താ മൂർച്ച കൂട്ടേ? കത്തിയൊക്കെ ആയിട്ടാ മുന്നത്തെ പരിപാടി. ഇന്നെന്താ ബീഫ് കട്ട് ചെയ്യാൻ പോവാ? അപ്പൊ ഞാൻ കട്ട് ചെയ്ത് തരാം. ഞാൻ കട്ട് ചെയ്ത് തരണോ? വേണ്ട. മീനെ കട്ട് ചെയ്ത മീനാണ്, വൃത്തിയാക്കിയ മീനാണ്. അൻസാർ ഉള്ളിട്ട് ഗൈസ്. അൻസാർ ഉള്ളിട്ട് ഇളക്കി അവിടെ. നമ്മളിഞ്ഞ് ഇളക്കിയില്ല എന്ന് വേണ്ട. ചൂടാവണം, നല്ലോണം വാടണം. അൻസാറ നല്ല വാടണ്ടേ?
അയ്യോ 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 അയ്യോ. എണ്ണയിലിട്ട് പൊരിച്ച് അങ്ങനെ തിന്നു നന്നായിട്ടൊന്നുമില്ല. നല്ല വലുതിലാ പോയത്. ഷർഫയൊന്നും മേടിച്ചു പോയിനാ. അപ്പോൾ ന്യാസ്ക മേടിച്ചോണ്ടുന്ന മീന്, അൻസാറ് മേടിച്ചോണ്ടുന്ന ബീഫ്. മട്ടനാണോ ബീഫാണോ? നമ്മൾ നീ ഇളക്കി കൊടുത്തില്ല ആരാണ് കേട്ടോ. ആഹാ ഒന്നും കൂടി വാടാണ്ട്, നല്ല വാടാണ്ട്. മുനീറേ, ഞാൻ എന്തോ ചോദിക്കാൻ വന്നല്ലോ, മറന്നുപോയി. മുനീറ മെയിന് മുനീറ ഇടക്കൊക്കെ. ഇല്ലല്ലോ, ഓന്നാ കത്തി മുറിച്ച് കൂട്ടിക്കൊണ്ടിരിക്കോ. ഇതാണായില്ലടാ, ഇനി വേണ്ടേ? അൻസാർ ഇത് ഇട്ടുട്ടോ. ഗൈസ് തക്കാളി ഇട്ടിട്ടുണ്ട്, തക്കാളി ഇട്ട്. കണ്ണാടിച്ചില്ലയോ? എന്തിനു കണ്ണാടിച്ചില്ലേ? അതെന്താ കഴിഞ്ഞോ? ഉപ്പിടാൻ പോണോ? അവനങ്ങടാ പോയത്? അവൻ അങ്ങോട്ട് പോയി, അവൻ്റെ പുറകെ പോയോട്ടെ. അച്ചാറ് എന്തെടുക്കാനായി പോയേ? ഉപ്പ്. എവിടെ? പാടേ, ഞാനല്ല ഞാൻ തേങ്ങണ്. അത് കൂടി പറഞ്ഞെടുത്തഞ്ഞി, ഇവൻ എന്നെ കയറി കയറ്റുള്ള പരിപാടിയാ. ഇവന് നേറി കയറ്റുള്ള പരിപാടിയാ. ഏതാ ഇളക്കല്? അൻസാർ പ്രൊഫഷണൽ കുക്കാട്ടോ. പ്രൊഫഷണൽ കുക്കാ. എനിക്കാണെങ്കിൽ എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. ഒരു നമ്പറുമില്ല. എടാ എന്നോടാകുമ്പോ ചിത്രപ്പണി നടത്താനല്ല പറഞ്ഞേ. ഇജ് ശരിയാക്കി. എന്താ മുനീറജി? അതൊന്നും മുറിക്കണ്ടാ, അതൊക്കെ ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ, വൈറ്റമിൻ ആയിക്കോട്ടെ. എന്തൊക്കെയാ കാണിക്കണേ? മുടുക്കനായിപ്പ ഇല്ലാത്ത അതി. ഉള്ളി വാട്ടിയതും ഇത് വാട്ടിയതും കുറച്ചതിന്ന് എടുത്തിട്ടുണ്ട്, നേരെ ഇപ്പുറത്തെ തീക്ക് വെച്ചു. ഉഡായിപ്പ് പരിപാടിയാ. അതെന്തിനറിയോ? സിദ്ധാർത്ഥന് ബീഫ് പറ്റൂല, അപ്പോൾ ഓന് മീൻകറി, ഞങ്ങൾക്ക് ബീഫ് കറി. എന്തൊക്കെ സെറ്റപ്പ്. മുനീർ ബീഫ് തുറന്നു. നല്ല ഫ്രഷ് ബീഫാട്ടോ ഗൈസ്, നല്ല ഫ്രഷ്.
കിടക്കണ്ടോ? കത്തിച്ചൂട്ടാക്ക്. അൻസാർ ഇവിടെ 2 കറി ഒരുമിച്ചുണ്ടാക്കണം. എന്താ സെറ്റപ്പ്, എന്താ സെറ്റപ്പ്! 2 കറിയൊക്കെ ഒരുമിച്ചുണ്ടാക്കാൻ അൻസാർ. എവിടെ കിട്ടും ജാതി കുക്കർമാരൊക്കെ? അതെ, 2. ഇച്ചിരി ഗരം മസാല ഇട്ട് ഇപ്പം തട്ട് ഇതും തട്ട്. മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയോ? ആ, മല്ലിപ്പൊടി. ഞാൻ വിചാരിച്ചു മഞ്ഞപ്പൊടിക്ക് കളറ്. ഇതൊരാൾ പിടിച്ചാൽ എനിക്ക് വേണ്ടി വരില്ലേ? എനിക്കളക്കായില്ല. കുറച്ച് മഞ്ഞപ്പൊടി. ഇങ്ങനത്തെ മഞ്ഞപ്പൊടിയാ? 1/2 ടീസ്പൂൺ അല്ലേ? 1/2 ടീസ്പൂൺ ഒന്നുമില്ല, ഒരു ചെറിയ പീസ്. ഈ പ്രൊഫഷണൽ കുക്കർ പറഞ്ഞാൽ ഒരു പിഞ്ച് ഉപ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു പിഞ്ച് മഞ്ഞപ്പൊടി. പ്രൊഫഷണൽ കുക്കർ എങ്ങനെ പറയാ? ഇതിൽ ലേശം വെള്ളം ഒഴിക്കണോ? പുളിവെള്ളം ഉണ്ടല്ലേ? ആ, പുളിവെള്ളം ഒഴിക്കും, പുളിവെള്ളം ഒഴിക്കും. പുളിവെള്ളതാ, പുളിവെള്ളം. നാടൻ പുളി നാട്ടിൽ നിന്ന് കൊടുന്നാണ്. എന്റെ അമ്മായിമ്മ സ്നേഹത്തോടെ കൊടുത്തു വിട്ടതാ. എന്റെ അമ്മായിമ്മ കൊടുത്തുട്ടാ? അതിന്റെ ഇടയിൽ അമ്മായിമ്മനെ കയറ്റി വെച്ചു. അതിന്റെ ഇടയിലാണ് അമ്മായിമ്മനെ കയറ്റി. അമ്മായിമ്മനൊന്ന് കയറ്റി വെച്ച്. അത് പൊളിച്ച്. അതോ ഗ്യാപ്പിലടിച്ചു. ഗ്യാപ്പ് കിട്ടിയപ്പോ അമ്മായിമ്മനൊന്ന് സ്നേഹിച്ചു. ഞാൻ പെണ്ണുങ്ങളെ കൂടി ഒന്ന് സ്നേഹിച്ചാളാ. ഒന്നും കൂടി പറയാ. പെണ്ണുങ്ങളിത് കാണുന്നെങ്കിൽ ഓക്ക് ഭയങ്കര തിരുപ്പതിയാവും. മറ്റേ പെണ്ണുങ്ങൾ ഏത് നാട്ടാരി? ഇനി നെന്മാറേ? പാലക്കാട് ഒരു മൂലക്ക. ആ, ശരി. നെന്മാറക്കാര് സ്നേഹമുള്ളല്ലോ നീ പറഞ്ഞെ? ആ, വെറുതെ പറ, കേട്ടില്ല. ഇങ്ങനെ പുളിവെള്ളം നമ്മൾ മൊത്തത്തിൽ അതിൽ കമത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ ഇളക്കില്ല എന്ന് പറയണ്ട, ഞാൻ തന്നെ ഇളക്കണം. മൊത്തത്തിൽ ഞാൻ ഇളക്കണം. അല്ലടാ, ബീഫ് വെട്ടിയായിട്ടില്ല. ഇതാണെങ്കിൽ ഇവിടെ ഇതാവും ചെയ്തു. ഇനി എന്താ? ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടേ അത് വാടുമ്പോൾ ഒന്നുകൂടി സെറ്റ് ആകുമ്പോഴേക്കും സെറ്റപ്പാണ് ഗൈസ്, സെറ്റപ്പ്, വൻ സെറ്റപ്പ്. എന്ത്? അവനോട് ഞാൻ പറഞ്ഞതാണ് ഞാൻ കട്ട് ചെയ്യാന്ന്. അപ്പൊ പറഞ്ഞു നീ പൊളിക്കടാറ്. ഇപ്പൊ ഇരുന്ന് കട്ട് ചെയ്യണ്. മുനീറേ, എന്താണ് എൻ്റെ ഒരു മൊത്തത്തിലൊരു അഭിപ്രായം? കലക്കിയേക്കാം. എല്ലാത്തെയാണ്. മുനീർ വൻ കട്ടറാട്ടോ. എന്നിട്ട് അമ്മ സൂപ്പർ മാർക്കറ്റിൽ ഇറച്ചി കിട്ടാൻ പോയാലോ? വണ്ടി വരില്ലേ? വേറെ അങ്ങനെ വണ്ടി വരും. ഞാൻ അവിടെ നിർത്തുമ്പോ ഈ ചങ്ങായി ഇത് മൊത്തം കൊളാക്കി. മോനെ അതിൽ എന്തൊക്കെയോ പൊടിയിട്ട്. എന്തൊക്കെയോ പൊടിയിട്ട് പറഞ്ഞു കൊടുക്ക്. സീക്രട്ട് ഒന്നുമില്ല അവിടെ, പറയും. പൊടി പൊടി. കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇറച്ചി മസാല എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം കൂടി ഇതിൽ എഴുതിയിട്ടുണ്ട്. കുറച്ച് ഇടണം. നോക്കിട്ടോ, കവർ മാറിയിട്ടാ തീർന്ന്. മീൻകറി അവിടെ ആയും ചെയ്തോ? ഇത് സുഹേൽക്കണ്ടോ? കുരുമുളക് പൊടി വേണ്ട.
ചീറൊന്ന് ബീഫ് ഇന്ന് ബീഫ് അള്ളാ. ബീഫ് കട്ട് ചെയ്ത് കഴിഞ്ഞാ ബീഫൊക്കെ ഇട്ട് നിങ്ങൾ എന്താ നിങ്ങൾ ഞാനൊന്ന് അപ്പുറത്തേക്ക് മാറിയപ്പോൾ നിങ്ങൾ ബീഫൊക്കെ ഇട്ട് നിങ്ങൾ വൻ ടീമാണല്ലോ. അതിനപ്പോൾ അതിന് ബീഫൊക്കെ ഇട്ട് കഴിഞ്ഞു ഗൈസ്. മീൻകറി സെറ്റായില്ലേ? മീൻകറി സെറ്റായി എന്നാണ് അൻസാർ പറയുന്നത്. നമുക്ക് നമ്മൾ തുറന്നാ മീൻകറി നല്ല സൂപ്പറായിട്ടുണ്ട്. മീൻകറി സൂപ്പറായി. ഉപ്പുണ്ടോ? ഒക്കെ സെറ്റാ. വൻ സെറ്റപ്പാണല്ലോ ഈ. ഇന്ന് ഞാൻ വീഡിയോ എടുക്കായതുകൊണ്ട് എൻ്റെ ഫോണിൽ കൂടി മുനീർ ഏറ്റെടുത്തിട്ടുണ്ട്. അൻസാർ അതാ കൊടുന്ന് അങ്ങനെ തട്ടി കൊടുക്കുന്നു. തീരുമ്പല്ലേ മുനീറെ? ഗായ്സ് നമ്മളെ ബീഫൊക്കെ സെറ്റായിട്ട് ഞാനൊന്ന് പുറത്തേക്ക് പോയപ്പോൾ തിരുമ്പന്മാരെല്ലാം ഭയങ്കരമായിട്ട് സെറ്റപ്പാക്കി. വിനോട്ടൻ ഞാൻ അടുത്ത കുക്കിങ്ങിലുള്ള പരിപാടിയാണ്. വിനോട്ടൻ വന്ന പാടെ എന്താ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുക്കിംഗ് വീഡിയോ നല്ല ആൾക്കാർ കണ്ടിട്ടുണ്ട്. വിനോട്ടനെ വലിപ്പറിയില്ല ഗൈസ്, അതാ പ്രശ്നം. വിനോട്ടൻ ഭയങ്കര കുക്കാ. വിനോട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. നേരെ ചോറ് അടുപ്പത്തിട്ട് നമ്മളെ മെയിൻ അൻസാർ ഒക്കെ വിസിലടിച്ചു തുടങ്ങിട്ടോ. അപ്പം നമ്മൾ അടുത്ത എന്തെങ്കിലും തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരാം. അച്ചായ വന്ന അച്ചായ ഒരു ഹായ് പറയല്ലേ. എന്താ സ്ഥിതി? ഓട്ടണ്ടോ? ഓട്ടല്ലേ? നടക്കട്ടെ. നിങ്ങളവിടെ ആൽഫയിലോ അതോ അഞ്ചിലോ? അയ്യോ നിങ്ങൾക്ക് പിടിപാടുണ്ടല്ലേ? തോമസ് ചേട്ടന് വൻ പിടിപാടാന്നാണ്. അതൊക്കെ ഓ മേലെ പോയി നിസ്കരിക്കാൻ പോയി. ഞാനും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ ഗൈസ് ഇനി ഇതേമാതിരി എന്തെങ്കിലും തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരാമെന്ന്. വെറുതെ ഒരു ബീഫ് കറി ഉണ്ടാക്കിയപ്പോൾ വെറുതെ അങ്ങോട്ട് ഇതാക്കിയെന്നുള്ളൂ. അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്.